എടുത്തോക്ക് നിവി, സ്മെൽ ഇറ്റ്. മാംഗോ, നാട്ടുമാങ്ങ. ഇതെന്താ? നാട്ടുമാങ്ങ. ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മാങ്ങപ്പഴം കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാം. ആക്ച്വലി ഇത് നാട്ടുമാങ്ങയാണ്. നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ വന്ന സമയത്ത് എനിക്ക് തന്നെയാണ്. 2-3 മാങ്ങയൊക്കെ പോയെങ്കിലും ഇത്രയും മാങ്ങ എനിക്ക് കിട്ടി കേട്ടോ. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി. മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് ഇത് ഇഷ്ടമായത് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തന്നിട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇത് കഴിച്ചിട്ടില്ല. കാരണം ഇങ്ങനത്തെ മാങ്ങ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണല്ലോ. നമ്മളെപ്പോഴും മാങ്ങ സീസണൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോവുക. ഈ മാങ്ങയും കൊണ്ടുള്ള ഈ സാധനം ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് പാലക്കാട് പോകുമ്പോഴാണ്. പാലക്കാട് എൻ്റെ അമ്മമ്മ ഞങ്ങൾ വെക്കേഷന് പോകുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. കാരണം മഴക്കാലത്ത് ഒത്തിരി മാങ്ങയൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുമായിരുന്നു. ഇതുണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നല്ല പഴുത്ത മാങ്ങ ഇങ്ങനെ ഇട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ മാങ്ങയുടെ തൊലിയൊന്നും നമ്മൾ കളയാൻ പാടില്ല കേട്ടോ. ഇത് കുറച്ച് ബ്ലാക്ക് കളറാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയുടെ തൊലിയും മാങ്ങാണ്ടിയൊന്നും നമ്മൾ കളയത്തില്ല. മാങ്ങാണ്ടിക്കാണ് ഒരുപാട് ടേസ്റ്റ്. പിന്നെ നമ്മൾ ആകെ കുറച്ച് മുളക് പൊടിയാണ് ഇതിനകത്ത് ഇടേണ്ടത്. മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ജസ്റ്റ് തിളപ്പിക്കുക. മാങ്ങ ഇങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് നല്ല വെല്ലപ്പാവ് ഒരുക്കിയത് ഇങ്ങനെ ഒഴിക്കണം. என்ன பிரச்சனை சார்? ஒண்ணும் இல்லம்மா, உங்க அப்பா நாயுடு சார்ட்ட பேசி எங்க என்ஜிஓக்கு ஏதாவது ஃபண்ட்ஸ் கிடைக்குமான்னு பார்க்க வந்தேன். இந்தாங்க, அவசரத்துக்கு இதை யூஸ் பண்ணிக்கோங்க. இன்னும் கொஞ்ச நாளைக்கு அப்புறம் நானே மறுபடியும் உங்களுக்கு உதவி செய்யறேன். என் கையில இருக்கும்போது அழகுக்கு மட்டும்தான் உதவும். ஆனா உங்க கையில இருக்கும்போது ஒரு 10 பேரோட கஷ்டத்தை ரொம்ப சந்தோஷம்.